ഡെലുവിൻ്റെ ചോറോടുപ്പ് കഴിഞ്ഞതുകൊണ്ട് തിരിച്ചു പോകുന്നതിന് മുമ്പ് എന്തായാലും ഓച്ചിറലൊക്കെ ഒന്ന് പോകണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അതിരാവിലെ പോകണമെന്നും പറഞ്ഞ് എഴുന്നേറ്റിട്ട് പക്ഷെ പോയത് 10:30 ആയപ്പോഴാണ്. കാരണം അതുവരെ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടിരുന്നു. പിന്നെ ഡെലു ഇടയ്ക്കൊന്ന് മൂശാട്ട കാണിച്ചു. പിന്നെ അവൾക്ക് എവിടെയെങ്കിലും പോകാനായിട്ടുള്ളൊരു സാഹചര്യം വരുമ്പം പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഹാപ്പിയാണ്. പുള്ളിക്കാരി വലിയ ഇതൊന്നും ഇല്ലാതെ നിൽക്കും. അങ്ങനെ അവളെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ വന്നു. നല്ല വെയിലായിരുന്നു. നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല തലപൊള്ളുന്ന വെയിലായിരുന്നു. അങ്ങനെ ടർക്കിയൊക്കെ ഇട്ട് കുഞ്ഞിനെ കൊണ്ട് പോയി നമ്മുടെ മഹാദേവനെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം ഓച്ചിറയിൽ അവൾ ആദ്യമായിട്ടാണല്ലോ കൊണ്ടുവന്നത്. അങ്ങനെ അവിടെയൊക്കെ പോയി കുറേ തിരക്കെന്ന് വെച്ചാൽ അവധി ദിവസം അല്ല പോയെങ്കിൽ പോലും ഇച്ചിരി അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലായിടത്തും ഓരോ റൗണ്ടൊക്കെ നടന്നു. ഡെലുവിനെ ഇങ്ങനെ എല്ലായിടത്തും കൊണ്ട് നടക്കുന്നത് നമുക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് അവൾ ചുറ്റുപാടും എല്ലാം നോക്കിക്കൊണ്ട് നല്ല രസത്തിലിരിക്കുകയായിരുന്നു. വെയിലൊന്നും നമുക്കൊരു പ്രശ്നമല്ലാത്ത രീതിയിൽ അവളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് മരവും കാര്യങ്ങളും ഒത്തിരി ആൾക്കാരെയും കാണുമ്പം പുള്ളിക്കാരി അറിയത്തില്ലെങ്കിൽ പോലും പുള്ളിക്കാരി പൊട്ടിച്ചിരിക്കും ആൾക്കാരെ കാണുമ്പോൾ. അങ്ങനെ കുറേ പേരെ കണ്ട് പൊട്ടിച്ചിരിച്ച് അവരെല്ലാം വന്ന് അവളുടെ അടുത്ത് മിണ്ടുകയും പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ നേരെ അടുത്ത ഉണ്ടിക്കാവിലോട്ടൊക്കെ പോയി. അവിടെ തൊഴുതിറങ്ങിയിട്ട് പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും പൊന്നാരിപ്പൊക്കെ കണ്ടുകൊണ്ടൊക്കെ നിന്നു. പിന്നെ ചന്ദനമൊക്കെ വാങ്ങിച്ചത് ഡെലുവിന് ചന്ദനമൊക്കെ തൊട്ട് കൊടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കുന്നത് അവൾക്ക്. പക്ഷേ ചന്ദനം തൊടാൻ വേണ്ടി കൈ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് അവൾ പെടലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കും. അങ്ങനെ തൊട്ടതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പടരും. എൻ്റെ പേരിലെ ചന്ദനം കണ്ടിട്ട് എൻ്റെ പേരിലെ ചന്ദനം പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം നോക്കി. പക്ഷേ പിടിക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാനൊന്ന് മാറ്റി. കാരണം അവൾ പിടിച്ച് കഴിഞ്ഞാൽ നേരെ കൊണ്ടുവന്നത് വായിലോട്ടാണ്. എന്ത് കിട്ടിയാലും ഇപ്പോൾ വായിലോട്ട് കൊണ്ടുപോകാനുള്ള ടെൻഡൻസിയാണ് കൂടുതലും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എല്ലാം തൊഴുതിട്ട് പിന്നെ നേരെ കാവിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ പോകുന്ന വഴിയിലെല്ലാം കളിപ്പാട്ടങ്ങൾ കാരണം പുള്ളിക്കാരി നല്ല കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ കാവലും തൊഴുത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ച് നമ്മൾ പോകുന്ന വഴിക്കെല്ലാം കടകൾ കണ്ടല്ലോ. അപ്പോൾ കണ്ട കടയിലൊക്കെ ഒന്ന് കയറണമല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ വന്നിട്ട് മോതിരക്കടയിലോട്ട് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് കയറി. കാരണം അനന്തന് മോതിര ഒരു വീക്ക്നെസ്സാണ്, അതായത് ഇവിടെ പോയാലും. അങ്ങനെ അവിടെ നേരം കുറച്ച് നേരമൊക്കെ നോക്കിയിരുന്നു. ഡെലുവിന് ആ തൂങ്ങിക്കിടക്കുന്ന സാധനം എന്താണെന്ന് ഡെലു ഭയങ്കര തീക്ഷണമായി നോക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്നിടത്ത് നമ്മൾ അയ്യപ്പ അമ്പലത്തിലും കയറി. അങ്ങനെ എല്ലായിടത്തും തൊഴുതിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. ഗൈസ് ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.